ഹലോ അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് ടു റമീസ് വേൾഡ്. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ചെറിയൊരു മടക്കി വെക്കാനുള്ളതിൻ്റെ ടിപ്സുമായിട്ടാണ് കേട്ടോ. പൊതുവേ നമ്മൾ എല്ലാ പണിയും കഴിഞ്ഞിട്ട് അവസാനം വരുന്ന ഒരു പണിയാണ് ഈ മടക്കി വെക്കുന്ന പരിപാടി. അപ്പോൾ പണിയൊക്കെ കഴിഞ്ഞ് അവസാനം കുറച്ച് മാറ്റി വെക്കുന്ന ഒരു പരിപാടി തന്നെയാണിത്. കാരണം മാറ്റി വെച്ച് കഴിഞ്ഞാൽ കുറച്ച് നമ്മൾ കൊലായിലിടും, അത് കഴിഞ്ഞിട്ട് പിന്നെ അവിടുന്ന് കാണുന്ന മോശമില്ലെന്ന് പറഞ്ഞിട്ട് കുറച്ച് റൂമിലേക്ക് ഇടും, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റിയിട്ട് കളിക്കുന്ന ഒരു പരിപാടിയാണ് ഈ മടക്കി വെക്കൽ. എങ്ങനെ പഠിച്ചാലും രാത്രി ഒന്നെങ്കിൽ കിടക്കാൻ നേരത്തെങ്കിലും പിറ്റേന്നായിരിക്കും ഈ മടക്കി വെക്കുന്ന പരിപാടി ഉണ്ടാവുക. അപ്പോൾ പൊതുവേ ഈ മടക്കി വെക്കുന്ന മടിയുള്ളവരാണെന്നുണ്ടെങ്കിൽ, എൻ്റെ കൂട്ടത്തിലൊക്കെ പെട്ടവരാണെന്നുണ്ടെങ്കിൽ ചെറിയൊരു ടിപ്സ് ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പം എപ്പോഴും ഇങ്ങനെ കൂടി കിടക്കാതെ, അല്ലെങ്കിൽ സോഫ മേലോ അവിടെ ഇവിടെയും കിടക്കാത്ത രീതിയിൽ എപ്പോഴും മടക്കി വെക്കാനുള്ള ഒരു ചെറിയൊരു ടിപ്സുമായിട്ടാണ് വന്നിട്ടുള്ളത്. എന്താണെന്ന് അതിൻ്റെ ടിപ്പ് എന്ന് പറയുന്നത്, നമ്മൾ അലക്കുന്ന സമയത്താണെങ്കിൽ അല്ലെങ്കിൽ തിരുമ്പുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ ഒരാളത് മാത്രമായിട്ട് എടുക്കുക. അതായത് സെപ്പറേറ്റ് ചെയ്തിട്ട് വെക്കുക. അതായത് ഇന്ന് ഹസ്ബൻഡിൻ്റെ കഴുകുകയാണെന്നുണ്ടെങ്കിൽ ഇന്ന് ഹസ്ബൻഡിന് മാത്രം എടുക്കുക. പിറ്റേന്ന് കുട്ടികളുടെ മാത്രമാണെന്നുണ്ടെങ്കിൽ കുട്ടികളുടെ മാത്രമായിട്ട് എടുക്കുക. അങ്ങനെ ആകുമ്പോൾ തിരുമ്പാനുള്ളതാണെങ്കിലും കുറയും, അതേപോലെ തന്നെ എടുത്തു വെക്കാനും ചിക്കിയെടുക്കാനൊക്കെ ആണെങ്കിലും ഒരു സുഖമാണ് കേട്ടോ. കുറച്ചാകുമ്പോൾ നമുക്കൊരു റിലാക്സ് ആണല്ലോ, കുറച്ച് തിരുമ്പിയാൽ മതി. അതേപോലെ തന്നെ കുറച്ച് മടക്കാനുണ്ടാവുള്ളൂ, കുറച്ച് എടുത്ത് വെക്കാനുണ്ടാവും. ഈ എടുത്ത് വെക്കുന്ന പരിപാടിയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ഒന്നായിട്ട് തിരുമ്പുന്ന സമയത്താണെങ്കിൽ നമുക്ക് ഈ സെപ്പറേറ്റ് ചെയ്ത് മാറ്റി വെക്കുന്നതാണ് ഏറ്റവും മടി പിടിച്ച പണി എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഇങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു കാര്യം തന്നെ ഉണ്ടാവില്ല. കാരണം ഒരാൾക്ക് മാത്രമല്ലേ ഉള്ളൂ, അപ്പോൾ ഒരാൾക്ക് മാത്രം വേഗം എടുത്ത് വെക്കാം. അങ്ങനെയൊക്കെ ആകുമ്പോൾ നല്ലൊരു ഓപ്ഷൻ ആയിട്ടാണ് കേട്ടോ തോന്നിയിട്ടുള്ളത്. അപ്പോൾ ഈ ടിപ്സ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ കൂടെ തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കനും കൂടി അമർത്തിയാൽ ഞാൻ നല്ല നോട്ടിഫിക്കേഷൻ വരും കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്.